بسم الله الرحمن الرحيم അൽഹംദുലില്ലാ. ഖുർആനിലെ 101-ാമത്തെ അധ്യായം സൂറത്തുൽ ഖാരിഅ. മക്കിയായ 11 ആയത്തുകളുള്ള ഈ സൂറത്തിൻ്റെ ലഘുവിവരണമാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്താനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅതു മൽ ഖാരിഅതു വമാ അദ്റാക മൽ ഖാരിഅ. ശക്തിയായ ആ ഭയങ്കര ശബ്ദം എന്താണ്? അൽ ഖാരിയ, ഒരു സംഭവം. മൽ ഖാരിയ, ആ ശക്തിയായി മനുഷ്യൻ്റെ മനസ്സിൻ്റെയും ഹൃദയത്തെയും ചെവിയെയും പിടിച്ചു കുലുക്കുന്ന ആ സംഭവം എന്നാൽ എന്താണ്? വമ അദ്റാക മൽ ഖാരിയ, ആ സംഭവം എന്താണെന്ന് താങ്കൾക്ക് അറിയുമോ മനുഷ്യ? ഇവിടെ 3 തവണ അൽ ഖാരിയ എന്ന് പറയുന്ന പദം ആവർത്തിക്കുന്നുണ്ട്. ആ ചോദ്യം ആവർത്തിക്കുന്നതിലൂടെ അതിൻ്റെ ഗൗരവമാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. വളരെ ശക്തമായി മുട്ടി ഉണ്ടാകുന്ന ശബ്ദം, അതിനാണ് ഖാരിഅ എന്ന് പറയുന്നത്. ഖിയാമത്ത് നാളിൻ്റെ നാമങ്ങളിൽ ഒന്നാണ് അൽ ഖാരിഅ. സൂർ എന്ന കാഹളത്തിൽ ഊത്തും അതിനെ തുടർന്ന് ലോകത്ത് സംഭവിക്കുന്ന തകർച്ചയും കാരണത്താൽ നാനാഭാഗത്തു നിന്ന് ഭയവും വെപ്രാളവും പരിഭ്രമവും ഉണ്ടാവുകയും അത് പരസ്പരം വന്ന് മുട്ടിക്കൊണ്ട് ആ ദിനത്തിൽ ഉണ്ടാകുന്ന ഒരു അതിഭയങ്കരമായ അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ അൽ ഖാരിഅ എന്ന് പറയുന്ന പേരുണ്ടായത്. എന്നിട്ട് പറയുന്നു 4-ാം ആയത്ത്, യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസി വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. മനുഷ്യൻ ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ആയിത്തീരും ആ ദിവസം. ചിന്നിച്ചിതറിയ പാറ്റകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ വിശദീകരണം നമുക്ക് പറയാം അടുത്ത ആയത്ത് കൂടി കഴിഞ്ഞിട്ട്. വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. പർവ്വതങ്ങളൊക്കെ കടഞ്ഞെടുക്കപ്പെട്ട രോമം പോലെ പറന്ന് തവിടുപടിയായി ധൂളികളായി പറന്നു പോകും. അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലനിൽപ്പും ഓരോന്നിൻ്റെയും സ്വത്വവും മാറിമറിയുന്ന തകിടം മറിയുന്ന ഒരു ദിവസം, അതാണ് ഖിയാമത്ത്. ആ ഖിയാമത്ത് ദിവസത്തിൽ അരങ്ങേറുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സൂറത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണെന്ന് സംഭവിക്കുക, എന്തായിരിക്കും നമ്മുടെ ഭാവി, ഇതൊന്നും അറിയാതെ കോടിക്കണക്കിന് ആളുകൾ അന്തം വിട്ട് നേരത്തെ പറഞ്ഞ മബസൂസാകുന്ന പരന്ന് ചിതറിപ്പറക്കുന്ന പാറ്റകളെപ്പോലെ ചിന്നിച്ചിതറിയും. എന്നാൽ ഉറച്ച് ഭൂമിയുടെ ശക്തിയായി നിന്നിരുന്ന കൂറ്റൻ പർവ്വതങ്ങളെല്ലാം രോമങ്ങളെപ്പോലെ ധൂളികളായി പാറിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണാം. ഈ വെളിച്ചം കണ്ട് തീയിൽ ആപതിക്കുന്ന പ്രാണികളാണ് മുകളിൽ പറഞ്ഞിട്ടുള്ള ഫറാഷ് എന്ന് പറയുന്നത്. അതായത് വെളിച്ചം കണ്ട് അവർ വരും, അങ്ങനെ ആ വെളിച്ചത്തിൽ അവർ വന്ന് വീണ് സ്വയം നശിക്കും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട്, അവിടുത്തെ കിതാബാകുന്ന സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെയും നിങ്ങളുടെയും ഉദാഹരണം എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിൻ്റെ ഉദാഹരണം എന്ന് വെച്ചാൽ തീ കത്തിച്ച ഒരു മനുഷ്യൻ്റെ ഉദാഹരണമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം തീ കത്തിച്ചപ്പോൾ വെട്ടുകിളികളും ഈയാമ്പാറ്റകളും ആ തീയിൽ വന്ന് വീണുകൊണ്ടിരിക്കും. എന്നാൽ ആ മനുഷ്യനോ ആ വെട്ടുകിളികളെയും പാറ്റകളെയും അതിൽ വന്ന് വീഴുന്നതിൽ നിന്നും മാക്സിമം കഴിവിൻ്റെ പരമാവധി അദ്ദേഹം തടഞ്ഞുകൊണ്ടിരിക്കും. ഇതേപോലെ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയാണ്, നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചിട്ടാണെങ്കിൽ പോലും നരകത്തിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ശ്രമവും ഞാൻ നടത്തുന്നുണ്ട്. എന്നാൽ നിങ്ങളോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ കുതറി മാറാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രാണികളോട് മഹ്ശറയിലേക്ക് കടന്നു വരുന്ന മനുഷ്യനെ അള്ളാഹു ഉപമപ്പെടുത്തുക. അപ്പോൾ ഉപമാലങ്കാരത്തിലൂടെ ഖുർആൻ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരിക എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൻ്റെ ഭീകരതയെ പ്രാണികൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ പറക്കുമ്പം ഈ പ്രാണികൾക്ക് പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് മുന്നോട്ടും ഒന്ന് സൈഡിലോട്ടും ഒന്ന് മേൽപോട്ടും ഒന്ന് കീഴ്പോട്ടും ഇങ്ങനെ പറക്കുന്ന സമയത്ത് തമ്മിൽ കൂട്ടിമുട്ടി വിഷമത്തിലാകുന്ന ഒരു അവസ്ഥ, ഇതേ അവസ്ഥയായിരിക്കും മനുഷ്യനും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി. ഇപ്പോൾ ഇമാജിൻ്റെ കാലമാണല്ലോ. പ്രാണികൾ കൂട്ടമായി പറക്കുമുണ്ടാകുന്ന ആ ഒരു ദുരവസ്ഥയാണ് മനുഷ്യനുണ്ടാവുക. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. 11 ആയത്ത് അവസാനിച്ചിട്ടോ. പക്ഷെ നിങ്ങൾ നോക്ക്, വളരെ ചെറിയ ചെറിയ ആയത്തുകൾ, ആശയങ്ങൾ അതികഠിനവും ഭീകരവും. ഒരുത്തൻ്റെ സഖുലത്ത് മവാസീനുഹു, തുലാസിന് ഖനം തൂങ്ങിയാൽ അവൻ ഈശത്തിൻ റാളിയ, സംതൃപ്ത ജീവിതത്തിലായിരിക്കും. ഇനി ഒരുത്തൻ്റെ തുലാസ് ഹഫത്ത്, അത് താഴ്ന്നു പോയാൽ, ഭാരം കുറഞ്ഞു പോയാൽ, ഫഉമ്മുഹു ഹാവിയ, അവൻ സങ്കേതത്തിലായിരിക്കും. അവൻ്റെ സങ്കേതം ഹാവിയ എന്ന് പറയുന്നതായിരിക്കും. എന്താണ് ഹാവിയ? അതാണ് അടുത്ത ആയത്തിൽ ചോദിക്കുകയാണ്, വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ.
നമ്മൾ ഈ ഖുർആനിൻ്റെ സൂറത്തുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പലപ്പോഴും കാണുന്ന പദമാണ് അദ്റാക യുദ്രീക. അദ്റാക എന്ന് പറഞ്ഞുകൊണ്ടും അള്ളാഹു ചില ചോദ്യങ്ങൾ ഇട്ടു തരും. യുദ്രീക എന്ന് പറഞ്ഞുകൊണ്ടും അള്ളാഹു ചില ചോദ്യങ്ങൾ മനുഷ്യരാശിക്ക് മുമ്പിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ അദ്റാക എന്ന് പ്രയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അള്ളാഹു തന്നെ അതിനുള്ള ഉത്തരം പറയും. അപ്പോൾ ഇവിടെ അദ്റാക പ്രയോഗിച്ചാൽ അടുത്ത ആയത്തിൽ തന്നെ അതിൻ്റെ മറുപടി ഉണ്ടാകും. അതേ സ്ഥാനത്ത് നിങ്ങൾ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് യുദ്രീക വന്നത് നിങ്ങളൊന്ന് വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ യുദ്രീക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കാത്ത, മറുപടി പറയാത്ത ചില ചോദ്യങ്ങളാണ്. ഖുർആൻ 23 വർഷം കൊണ്ട് ഉമ്മിയായ ഒരു മനുഷ്യനെ പല ഘട്ടങ്ങളിൽ സന്ദർഭോചിതമായി അവതരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് അത്ഭുതങ്ങൾക്ക് ഈ ഖുർആൻ സാക്ഷിയാകുന്നുണ്ട്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാന ആയത്ത് നാറുൻ ഹാമിയ, ചൂടേറിയ അഗ്നിയാണത്. ഹാവിയ എന്ന് പറഞ്ഞാൽ ചൂടേറിയ അഗ്നിയാണ്. മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം പല ലോകത്ത് തൂക്കി കണക്കാക്കുമെന്ന് ഖുർആൻ ഇവിടെ സവിസ്തരം പറയുന്നുണ്ട്. പല സ്ഥലത്തും ഇത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ തോന്നും, എങ്ങനെയാണ് കർമ്മങ്ങളൊക്കെ തൂക്കാൻ കഴിയുക? തുലാസ് എങ്ങനെയായിരിക്കും? ഇവിടെയൊക്കെ നമ്മളുടെ ബുദ്ധി തോറ്റുപോകുന്നുണ്ട്. മനുഷ്യൻ്റെ യുക്തി ഇവിടെ തോറ്റുപോകുന്നിടത്താണ് അള്ളാഹു നമ്മൾ ആഖിറ ജീവിതം വെച്ചിട്ടുള്ളത്. അതൊക്കെ എങ്ങനെയാണ് നടക്കുക? ചില ആളുകളൊക്കെ വേർപ്പിൽ, മറ്റു ചില ആളുകളൊക്കെ സുഖത്തിൽ, ചില ആളുകൾ അതിപ്രയാസത്തിൽ, മറ്റു ചില ആളുകൾക്കൊക്കെ ആർഷിൻ്റെ താണ്. ഇതൊക്കെ എങ്ങനെയാണ് പോസിബിളാണോ? അതാണ് നമ്മളുടെ ചിന്തയും ബുദ്ധിയും അവസാനിക്കുന്നിടത്താണ് അള്ളാഹുവിൻ്റെ കളികൾ ആരംഭിക്കുന്നത്. ആ തുലാസ് നമ്മൾ വിശ്വസിക്കണം. മീസാൻ എന്ന് പറയുന്ന തുലാസിൽ അതിൽ ഓരോരുത്തരുടെയും കർമ്മങ്ങളിൽ ഏതാണ് അധികം ഏതാണ് കുറവ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അള്ളാഹു തൂക്കി കണക്കാക്കും. ശരിക്കും അള്ളാഹു ത്രികാലജ്ഞാനിയാണെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. പിന്നെ എന്തിനാ ഇതൊക്കെ? അത് മനുഷ്യൻ ചെയ്ത തെറ്റിനെ മനുഷ്യൻ്റെ മുന്നിൽ കൃത്യമായി വായടപ്പൻ മറുപടി എന്ന് പറയുന്ന നിലക്ക് ഒരു ന്യായത്തിന് പോലും ഇടവില്ലാത്ത രൂപത്തിൽ അള്ളാഹു ഓരോന്നും കൃത്യമായി വ്യക്തമായി മനുഷ്യനെ പഠിപ്പിച്ചു തരികയാണ്. സൽക്കർമ്മങ്ങളൊക്കെ കൂടുതലുള്ള സ്വാലിഹീങ്ങളായ ആളുകൾക്ക് അവിടെ സംതൃപ്തമായ ജീവിതവും, അവിടെ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ഈ ജീവിതം നശിപ്പിച്ച ആളുകൾക്ക് ചൂടേറിയ നരകവും അവിടെ ലഭിക്കും. നന്മയുടെ തട്ടിന് ഭാരം വർദ്ധിച്ചാൽ മനുഷ്യൻ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. തിന്മകൾ മാക്സിമം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ അത് കാരണം തിന്മയുടെ തട്ടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ഏതായാലും സ്വർഗം എന്ന് പറയുന്ന അത്ഭുത ലോകത്തേക്കുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ഈ മീസാൻ എന്ന് പറയുന്നത്. ഇവിടെ ഉമ്മുഹു ഹാവിയ. എന്താണ് ഉമ്മ എന്ന് പറയുന്ന പദം? ശരിക്കും ഉമ്മ എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട് അറബിയിൽ. മാതാവ്, മൂലം, പ്രധാന ഭാഗം, മർമ്മം, കേന്ദ്രസ്ഥാനം, സങ്കേതം എന്നിങ്ങനെ സാന്ദർഭിക അർത്ഥങ്ങൾ പലതുണ്ടെങ്കിൽ പോലും തോന്നിവാസികൾക്കുള്ള സങ്കേതം ഹാവിയ. അപ്പോൾ ഇവിടെ സങ്കേതം എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഇവിടെ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞ നരകത്തിൻ്റെ ചൂട് നമ്മളൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരൊറ്റ ഹദീസ്, മനുഷ്യർ ഇവിടെ ഭൂമിയിൽ കത്തിക്കുന്ന തീ അതിൻ്റെ ചൂടിൻ്റെ 70 ഇരട്ടി, അത് നരകത്തിൻ്റെ ചൂടിൻ്റെ 70ൻ്റെ ഒരംശമാണ്. നരകത്തിൻ്റെ 70 അംശമാക്കിയാൽ അതിലൊരൊറ്റ പാർട്ടാണ് മനുഷ്യൻ ഭൂമിയിൽ കത്തിക്കുന്ന ചൂട്. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പോലും ചോദിക്കുന്നുണ്ട്, അല്ല നബിയെ, ഇവിടുത്തെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോഴാണ് ഇതുപോലെയുള്ള 69 ചൂട് ശക്തിയുള്ള ചൂടായിരിക്കും നരകത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. നന്മകൾ ചെയ്യാനും തിന്മകൾ വെടിയാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് നൽകുമാറാവട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന് ത്വാഅത്തിലായി ജീവിച്ച് ഹൈറിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച് എല്ലാവിധ തിന്മയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ويفيض بالأحسان